പണി കഴിഞ്ഞില്ല, പണി കഴിഞ്ഞു. വെള്ളം കുടിക്കണം. ഇവന് ഇന്നിപ്പോൾ ഇവിടെ ഏതൊക്കെ ഉത്സവത്തിൻ്റെ ഏതൊക്കെ ചടങ്ങുകളിലാണ് നന്ദൻ ഭാഗമായത്? പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശരിക്കും രാവിലെ ഓടി വരാനുള്ളൊരു ശരിക്കും 9 ദിവസം, അതായത് ഏറ്റുമാനൂരപ്പൻ്റെ പള്ളിവേട്ട ദിവസത്തെ മുഴുവൻ എഴുന്നള്ളത്തുകളും നന്ദനായിരുന്നു. പക്ഷെ എന്നാൽ രാവിലെ ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമസ്കാരം, VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ ഭീമൻ, ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന, ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട കരിവീരനായ ഗുരുവായൂർ നന്ദൻ വർഷങ്ങളായി ഏറ്റുമാനൂർ ഉത്സവത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ്. നന്ദൻ്റെ ആകാരഭംഗിയും ശാന്തതയുമാണ് മുഖ്യ ആകർഷണം. കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 9ാം ദിവസം പള്ളിവേട്ടയ്ക്കെത്തിയ നന്ദൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞങ്ങളെത്തുമ്പോൾ ചുവന്ന പുള്ളിയുള്ള ചെവി വീശിയടിച്ച് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ശ്രമിച്ച് നിൽക്കുന്ന നന്ദനെയാണ് കാണാൻ കഴിഞ്ഞത്. ആന സൗന്ദര്യത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ആ 2 ചെവിയിൽ സന്നിവേശിപ്പിച്ചതായി നമുക്ക് തോന്നാം. നന്ദൻ്റെ ചെവിയുടെ ഒരു ചുവപ്പ് കളറും അതുമാണല്ലോ അവൻ്റെ ഏറ്റവും വലിയ ഭംഗിയിലൊന്ന്. അതെ അതെ അതെ, അത് ഒരു ആകർഷണം തന്നെയല്ലേ? അല്ല, അത് ഇപ്പം പറഞ്ഞില്ല, ഓരോ ആനകൾക്കും ഇപ്പം നടയാൻ വരാൻ അമരം ഓരോ പെരുമുഖമാണെങ്കിലും കൊമ്പാണെങ്കിലും അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നന്ദൻ്റെ ആ പുള്ളി, അത് ചുമന്ന ഇതിൽ വരുന്ന പുള്ളി കൂടുതൽ അവനെ സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരിപാടി എടുക്കാൻ ചെന്ന് കഴുകി വൃത്തിയായി ചെന്ന് നിൽക്കുമ്പം കൂടുതൽ അവനെ ആ ഒരു അഴക് അവന് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ആനയ്ക്ക് ഓരോ ഇത് സ്റ്റൈലുണ്ട്, ഓരോ എന്താ പറയണ്ട, ഓരോ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ പോലെ നന്ദൻ്റെ അഴകെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരവും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പുള്ളി ചുമന്ന ഇതിൽ വരുന്ന പുള്ളി കാര്യങ്ങൾ. എന്താ പേര്? എൻ്റെ പേര് രാഹുൽ എന്നാണ്. നന്ദൻ്റെ ഭംഗിയെക്കുറിച്ചും മികവിനെക്കുറിച്ചും സംസാരിക്കുന്നവർക്കെല്ലാം 100 നാവ് തന്നെയാണ്. ഗുരുവായൂർ നന്ദൻ പ്രത്യേകിച്ച് ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിൽ പലപ്പോഴും എത്താറുണ്ട്. ഈ നാട്ടിലുള്ളവർക്ക് എന്താ നന്ദനോട് ഇത്ര പ്രിയം തോന്നാനുള്ളൊരു കാരണം എന്താ? ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ഗംഭീരമായിട്ട് പരിപാടികൾ എടുത്തു തരുന്ന ഒരു ആനയാണ്. അതിപ്പം ഗുരുവായൂരപ്പൻ്റെ ആനയെന്നുള്ളത് കൂടെ ആകുമ്പം ഇരട്ടി, നമ്മൾ പറയുമല്ലേ, ഇരട്ടി മധുരം. അതായത് വളരെ അച്ചടക്കത്തോടും ചിട്ടവട്ടങ്ങളോടും കൂടി ഓരോ എഴുന്നള്ളിപ്പുകളും എടുക്കുന്ന ആനയാണ് നന്ദൻ. പിന്നെ ആനയുടെ ഭംഗിയാണെങ്കിലും നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ്. അതിനേക്കാളുപരി വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ഓരോ ചടങ്ങുകളിലാണെങ്കിലും ഓരോ സദസ്സിലും ആനയ്ക്ക് ആ ഒരു ആളുകളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളാണെങ്കിലും പബ്ലിക് ജനങ്ങൾക്കിടയിലൊക്കെ ആനയുടെ ഇടപെടലുകളും രീതികളും ഒക്കെ വളരെ അച്ചടക്കത്തോടും കൂടി ശാന്തതയോടും കൂടിയുള്ള പെരുമാറ്റം. അത് സ്വാഭാവികമായിട്ട് ഓരോ ആനപ്രേമികളാണെങ്കിലും ഉത്സവപ്രേമികളാണെങ്കിലും നന്ദനെ കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള സ്വഭാവം അവനുണ്ട്. 10 ദിവസങ്ങളിലായിട്ടാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായ 9ാം ദിവസം പള്ളിവേട്ടായി മുഴുവൻ എഴുന്നള്ളത്തിൻ്റെയും ഭാഗമാകുന്നത് സാധാരണ ഗുരുവായൂർ നന്ദനാണ്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരുന്നതും. എന്നാൽ ചൂടുകൂടിയ കാലാവസ്ഥ മൂലം പകല് യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം വൈകിയാണ് നന്ദൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തുവാൻ വേണ്ടി കഴിഞ്ഞത്. മതിയായ വിശ്രമം നൽകിയാണ് പാപ്പാന്മാരും ദേവസ്വം അധികൃതരും നന്ദനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നതും. ഇന്നിപ്പോൾ ഇവിടെ ഏതൊക്കെ ഉത്സവത്തിൻ്റെ ഏതൊക്കെ ചടങ്ങുകളിലാണ് നന്ദൻ ഭാഗമായത്? പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശരിക്കും രാവിലെ ഓടി വരാനുള്ളൊരു ശരിക്കും 9 ദിവസം, അതായത് ഏറ്റുമാനൂരപ്പൻ്റെ പള്ളിവേട്ട ദിവസത്തെ മുഴുവൻ എഴുന്നള്ളത്തുകളും നന്ദനായിരുന്നു.
പക്ഷെ എന്നാലും രാവിലെ ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ട്, കാരണം വേറൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ അവരത് അനുസരിച്ചിട്ടാണ് ഗുരുവായൂർ ദേവസ്വം ആനകളെ വിട്ടുകൊടുക്കുന്നത്. യാത്രാ കാര്യങ്ങളൊക്കെ 11 മണിക്ക് ശേഷം ആനകളെ യാത്ര ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ വൈകുന്നേരമാണ് നന്ദൻ എത്തിയത് ഇവിടെ. അപ്പം ഇന്നലെ വൈകുന്നേരത്തെ ശീവേലി തൊട്ട് രാത്രി പള്ളിവേട്ട എല്ലാം വളരെ ഗംഭീരമായിട്ട് ഏറ്റുമാനൂരപ്പനെ എഴുന്നള്ളിച്ച നന്ദനാണ്. ഇവിടെ ഇപ്പം നമുക്കറിയാം ചൂട് കൂടിയ നല്ല നല്ല കാലാവസ്ഥയാണ്. അപ്പം ഈ നന്ദനെ പോലുള്ള മറ്റ് ആനകളൊക്കെ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നാട്ടുകാർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഈ വീട് ഉത്സവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾക്ക് വേണ്ടിയിട്ട് അവർ വിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വിനു ചേട്ടൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ വീട്ടിലെ അതായത് വീട് ഫുള്ള് ആനക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ പോലും വീടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആനക്കാരാണെങ്കിലും മേളക്കാരാണെങ്കിലും അങ്ങനെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിരിക്കില്ല. അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള ഓരോ വീടുകൾ തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഉച്ചയ്ക്ക് ആനക്കാർക്കുള്ള കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ അറിയാം വേനലിൽ നമുക്ക് വെള്ളം കുറവാണ്, എന്നാലും ആനകൾക്ക് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി ആനയൊക്കെ വന്ന സമയത്തൊക്കെ ആനയെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ലോറിക്ക് ഇറക്കുകയും അതൊന്നും നമ്മളതിൻ്റെ ഒരു കുറവും വരുത്തത്തില്ലായിരിക്കുന്ന ആളുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ആളുകളാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ നമ്മളെ സംബന്ധിച്ചുള്ള ഈ 10 ദിവസം നമുക്ക് ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവ സന്തോഷം, അതിനകത്ത് കൂടുതൽ സന്തോഷമാണ് ഈ ആനകൾ വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ 10 ദിവസം കണ്ടുകൊണ്ടാണ് നമ്മൾ. ഞങ്ങൾ ഈ അഭിമുഖം നടത്തുന്നതിനിടയിൽ തന്നെ നന്ദൻ പരമാവധി മണ്ണ് വാരി ദേഹത്ത് വാരി പൂശുന്നുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അതായത് അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഉള്ളൊരു വീഡിയോ ആനകൾ എത്ര വലിയ നാട്ടാനയായി മാറിയാലും മറക്കാത്ത ഒരു ശീലമാണ് ദേഹത്ത് മണ്ണ് വാരിയിടുക എന്നുള്ളത്. കാട്ടിൽ നിൽക്കുന്ന ആനകൾ ചൂടിനെ പ്രതിരോധിക്കാൻ ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗവും പച്ചമണ്ണ് വാരിപ്പൂശുക എന്നത് തന്നെയാണ്. നന്ദൻ പച്ചമണ്ണ് വാരിയിടുന്നത് കണ്ട പാപ്പാന്മാരെത്തി നന്ദനെ കുളിപ്പിക്കുവാനും മണ്ണ് നീക്കം ചെയ്യുവാനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പാപ്പാന്മാരെത്തി നിലം വൃത്തിയാക്കിയ ശേഷം നന്ദനെ സാവധാനം കിടത്തുവാൻ ശ്രമിച്ചു. ഇരുത്തിയ ശേഷമാണ് പതുക്കെ കിടത്തിയത്. മണ്ണ് നീക്കം ചെയ്യുവാനും ഒരുക്കങ്ങൾ തുടങ്ങി. കരിവീരൻ ചെരിഞ്ഞിരുന്നപ്പോൾ തന്നെ ഊർന്നിറങ്ങിയ മണ്ണ് കണ്ട് പലരും അത്ഭുതപ്പെട്ടുപോയി. ഇത്രയേറെ മണ്ണ് ഒരു ആനയുടെ ശരീരത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധമായിരുന്നു അത്. മറ്റ് ആനകളെ പോലെയല്ല, വെള്ളം കുടിക്കാനായി ഓസ് നന്ദൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. നന്ദൻ തന്നെ ഓസ് വായിൽ വെച്ച് വെള്ളം കുടിച്ചോളും. പണി കഴിഞ്ഞില്ല, പണി കഴിഞ്ഞു വെള്ളം കുടിക്കണം.
വേറെ എവിടെയാണ് വെള്ളം കുടിപ്പിച്ചും കഴുകിയും വൃത്തിയാക്കിയ നന്ദനെ മറ്റൊരു സ്ഥലത്തേക്ക് പാപ്പാന്മാർ മാറ്റിക്കെട്ടി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് മണ്ണിൽ തുമ്പിക്കൈ കൊണ്ട് ഒന്ന് കൈവെക്കുകയാണ് നന്ദൻ ചെയ്തത്. തരം കെട്ടിയാൽ ആശാനെ ഞാൻ ഇനിയും മണ്ണുവാരും എന്ന സൂചനയായിരുന്നു അത്. കുളിച്ച് അഴകോടെയുള്ള നന്ദൻ്റെ നിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.